നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചാമ്പക്ക. ധാരാളം വൈറ്റമിൻ എയും സിയും പ്രോട്ടീനും കാൽഷ്യവും നിയാസിനും തയമിനും ഒക്കെ തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഹൃദയാരോഗ്യത്തിനും അതുപോലെ തന്നെ പ്രമേഹം കുറക്കുന്നതിനും ചാമ്പക്ക സഹായിക്കും. ഏത് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചാമ്പക്കയും കൂടി ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ക്വാളിറ്റി കൂടും. തോരനും കിച്ചടിയും അച്ചാറും ഒക്കെ തന്നെ ചാമ്പക്ക വെച്ചിട്ടുണ്ടാക്കാം. ചാമ്പക്ക വൈൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ ചാമ്പക്ക നടാൻ. ഇതിൻ്റെ ലെയർ തൈകൾ വാങ്ങി നടുന്നതാണ് കേട്ടോ നല്ലത്. വിത്ത് മുളച്ച് തൈകളാകുമ്പോഴത്തേക്കും അതിന് ബെയർ ചെയ്യണമെങ്കിൽ ഒരുപാട് താമസം ഉണ്ടാവും. തൈ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ നന്നായി നനച്ചു കൊടുക്കണം. ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളം അല്ലെങ്കിൽ മണിര കമ്പോസ്റ്റ്, ആട്ടിൻ കാഷ്ടം ഇതൊക്കെ തന്നെ നമുക്ക് പല തവണയായി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചാരവും രാസവളങ്ങളൊക്കെ ചേർക്കുമ്പം വളരെ ചെറിയ ക്വാണ്ടിറ്റി പല തവണയായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരുന്ന ചാമ്പക്ക തന്നെയല്ലേ.